നമസ്കാരം. കൊല്ലത്ത് തെക്കും ഭാഗം തേവലക്കരയിൽ വയോധികയ്ക്ക് മരുമകളുടെ ക്രൂരമർദ്ദനം. തേവലക്കര സ്വദേശിയായ ഏലിയാമ്മ വർഗീസിനെയാണ് മകന്റെ ഭാര്യയായ മഞ്ജുമോൾ തോമസ് കുടുംബവഴക്കിനെ തുടർന്ന് ക്രൂരമായി മർദ്ദിച്ചത്. വയോധികയെ അതിക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ മരുമകൾ അറസ്റ്റിലായി. ഇവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകളടക്കം ചുമത്തിയിട്ടുണ്ട്. വയോധികയെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് മഞ്ജുമോളെ അറസ്റ്റ് ചെയ്തത്. ഏലിയാമ്മയുടെ പരാതിയിലാണ് നടപടി കൈക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മരുമകളിൽ നിന്ന് ക്രൂരമായ മർദ്ദനമേറ്റെന്നാണ് ഏലിയാമ്മ പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നത്. ഇതുകൂടാതെ മരുമകൾ തന്നെ നിരന്തരം ഉപദ്രവിക്കുന്നതായും പരാതിയിലുണ്ടായിരുന്നു. പ്രതി മഞ്ജുമോൾ തോമസ് 80-കാരിയെ മർദ്ദിക്കുന്ന ചില ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഈ ദൃശ്യങ്ങളുടെയും ഏലിയാമ്മയുടെയും പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. 1 വർഷങ്ങൾക്ക് മുമ്പുള്ള ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. വയോധികയെ അതിക്രൂരമായി മർദ്ദിച്ച ഇവർ കുരുന്നുകളെ പഠിപ്പിക്കുന്ന അധ്യാപികയാണെന്നാണ് വിവരം. പുറത്തുവന്ന ദൃശ്യങ്ങളിലുള്ളത് അതിക്രൂര മർദ്ദനത്തിന്റെ ദൃശ്യങ്ങളാണ്. ഏലിയാമ്മയെ നിലത്തേക്ക് പിടിച്ചു തള്ളുന്നതും മർദ്ദിക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട്. വയോധികയോട് ആക്രോശിക്കുന്ന പ്രതി വീഡിയോ പകർത്തുന്നയാൾക്ക് നേരെ നഗ്നതാ പ്രദർശനം നടത്തുന്നതും ദൃശ്യങ്ങളിലുണ്ടായിരുന്നു. മരുമകൾ നിലത്തേക്ക് തള്ളിയിട്ട ശേഷം ഏലിയാമ്മ പണിപ്പെട്ട് എഴുന്നേറ്റ് വരുന്നതും ഞാനൊന്നും പറഞ്ഞില്ലല്ലോ, ഇനി അല്പനേരം കിടന്നോട്ടെ എന്ന് പറയുന്നതും ദൃശ്യങ്ങളിലുണ്ട്. ഏലിയാമ്മയുടെ മകൻ തന്നെയാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയതെന്നാണ് വിവരം. അതേസമയം ഏതു ദിവസമാണ് ഈ സംഭവം ഉണ്ടായതെന്ന് വ്യക്തമല്ല. ഇത് സംബന്ധിച്ച വ്യക്തത വരുത്താൻ പോലീസ് ദൃശ്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. നേരത്തെയും പലതവണ മഞ്ജുമോൾ തോമസ് ഏലിയാമ്മയെ മർദ്ദിച്ചിട്ടുണ്ടെന്നാണ് വിവരം. ഇത് സംബന്ധിച്ച് പഞ്ചായത്ത് മെമ്പർ അടക്കമുള്ളവർ പോലീസിൽ പരാതി നൽകിയിരുന്നു. തുടർന്ന് പ്രശ്നം പരിഹരിച്ചിരുന്നെങ്കിലും വീണ്ടും മർദ്ദനവും ഉപദ്രവവും തുടർന്നതായാണ് വിവരം.